മലബാറിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. 8.73 കിലോമീറ്റർ നീളത്തിൽ പണി പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന തുരങ്കപാത മലയോര ജനതയുടെ ദീർഘനാളത്തെ ആശങ്കകൾക്ക് അറുതിയാകും. തുരങ്കപാത എന്താണ്, തുരങ്കപാത എങ്ങനെയാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക? നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ എക്സ്പ്ലെയിൻ. കോഴിക്കോട് ജില്ലയിൽ 3.15 കിലോമീറ്ററും വയനാട് ജില്ലയിൽ 5.58 കിലോമീറ്റർ നീളത്തിലുമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലൊന്നായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത 4 വർഷം കൊണ്ട് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. പദ്ധതിക്കായി 33 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. 5771 മീറ്റർ വനമേഖലയിലൂടെയും 2964 മീറ്റർ സ്വകാര്യ ഭൂമിയിലൂടെയുമാണ് തുരങ്കപാത കടന്നുപോവുക. വയനാട്ടിൽ മേപ്പാടി കള്ളാടി ചൂരൽമല റോഡുമായാണ് തുരങ്കപാതയെ ബന്ധിപ്പിക്കുന്നത്. മറിപ്പുഴ, മുത്തപ്പൻപുഴ, ആനക്കാംപൊയിൽ റോഡുമായാണ് കോഴിക്കോട് ജില്ലയിൽ ബന്ധിപ്പിക്കുക. തുരങ്കപാത ആരംഭിക്കുന്ന മറിപ്പുഴയിലേക്ക് മലയോര ഹൈവേയിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രമാണ് ദൂരം. മറിപ്പുഴ മുതൽ മീനാക്ഷി പാലം വരെ അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 8.73 കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കപാതയുടെ 8.11 കിലോമീറ്റർ ദൂരം ഇരട്ട തുരങ്കങ്ങളാണ്. പാതയിൽ ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ 2 പ്രധാന പാലങ്ങളും 3 ചെറുപാലങ്ങളും ഉൾപ്പെടും. 6 വളവുകളുള്ള റൂട്ടിൽ ഓരോ 300 മീറ്ററിലും ഇരട്ട തുരങ്കങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ക്രോസ് പാസേജും ഉണ്ടാകും. 2134 കോടി രൂപയാണ് പദ്ധതി ചെലവ് പ്രതീക്ഷിക്കുന്നത്. ടെൻഡർ നടപടികൾ നേരത്തെ പൂർത്തീകരിച്ചിരുന്നു. പദ്ധതി പൂർത്തിയായാൽ കോഴിക്കോട് വയനാട് യാത്രാ സമയം കുത്തനെ കുറയുകയും വിനോദസഞ്ചാര വ്യാപാര മേഖലകൾക്ക് വലിയ ഉണർവ് സംഭവിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പാതയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുന്നതോടെ മലബാറുകാരുടെ, പ്രത്യേകിച്ച് മലയോര ജനതയുടെ ദീർഘനാളത്തെ ആവശ്യത്തിനാണ്, ദീർഘനാളത്തെ സ്വപ്നത്തിനാണ് സാക്ഷാത്കാരമാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.